വഖഫ് ബില്ലിനെതിരെ ഡൽഹിയിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ നേതൃത്വത്തിലാണ് ജന്തർ മന്ദറിൽ പ്രതിഷേധം. ജനാധിപത്യ മര്യാദ ലംഘിച്ചാണ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചതെന്നും സമരക്കാർ ആരോപിച്ചു. വഖഫ് ബിൽ ജനാധിപത്യ വിരുദ്ധമെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പിയും സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും ഇ.ടി. മുഹമ്മദ് ബഷീർ പ്രതികരിച്ചു. ഈ ബില്ലുമായി JPCന്റെ റിപ്പോർട്ട് ഉണ്ടാക്കി ആ ബില്ലുമായിട്ട് വരികയാണെങ്കിൽ അതുകൂടി വന്നാൽ ഇന്ത്യയിലാകെ വ്യാപിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രക്ഷോഭമായിട്ട് ഇത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇത് ഈ നാട് കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായൊരു നിയമമാണ്. ഓരോ സ്ഥാപനത്തിലേക്കും വഖഫ് ചെയ്യപ്പെട്ട പൈസയാണ്, അതിലൂടെ ഉണ്ടായിട്ടുള്ള സൗകര്യങ്ങളാണ്. അത് മുഴുവൻ സർക്കാർ ഒറ്റ നിയമത്തിലൂടെ പിടിച്ചു വാങ്ങുകയാണ്. പാർലമെൻറ്റ് കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ പ്രതിഷേധം പാർലമെൻറ്റിനകത്ത് തന്നെ ചെയ്യും. വിദഗ്ധന്മാരുമായിട്ട് സംസാരിച്ച് നിയമത്തിൻ്റെ വഴിയിൽ തേടും. അതോടൊപ്പം തന്നെ രാജ്യവ്യാപകമായി പടർന്നു പിടിക്കുന്ന പ്രക്ഷോഭം ഇതിൻ്റെ ഫലമായിട്ട് കൊണ്ടുവരും. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനൂപ്, എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്? ഈ പ്രതിഷേധങ്ങൾ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രതിഷേധങ്ങൾ തുടർച്ചയായി നടക്കുന്നുണ്ട്. മാത്രമല്ല രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിന് തുടക്കം എന്നുള്ള നിലയിലാണ് ഇന്നത്തെ ഡൽഹിയിലെ സമരം. എന്തായാലും ഈ മാസം അവസാനം വഖഫ് ബില്ല് വീണ്ടും സഭയിൽ കൊണ്ടുവന്ന് പാസ്സാക്കിയെടുക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. 14 ഭേദഗതികളോട് കൂടി വഖഫ് വേണ്ടി ഈ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള JPC റിപ്പോർട്ട് ഇരു സഭകളിലും വെച്ചിട്ടുണ്ട്. ആ 14 ഭേദഗതികൾ NDA അംഗങ്ങൾ മുന്നോട്ട് വെച്ച ഭേദഗതികൾ മാത്രമാണ്. പ്രതിപക്ഷ അംഗങ്ങൾ മുന്നോട്ട് വെച്ച ഭേദഗതികളൊന്നും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് മുസ്ലിം സമുദായത്തിനുള്ള അവകാശം കവർന്നെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമാണ്. അത് അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശം മുസ്ലിം നേതാക്കൾ മാത്രമല്ല പാർലമെന്റിലെ പ്രതിപക്ഷ പാർട്ടികൾ. അതുകൊണ്ട് വലിയ പ്രതിഷേധം സഭയിൽ ഉയരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് തന്നെ, അതായത് BJPക്കും NDAക്കും വ്യക്തമായ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് തന്നെ സഭ മുന്നോട്ട് പോയി നിയമമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പ്രതിഷേധങ്ങൾ എത്ര ശക്തമാകുമെന്നത് മാത്രമേ അറിയാനുള്ളൂ. രാജ്യവ്യാപക പ്രക്ഷോഭം എന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.